കമ്മീഷൻ എന്തെങ്കിലും തരത്തിൽ ഈ BJPയുമായി മോദിയുമായി ഇവരെ സഹായിക്കാനാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിരുന്നത് എങ്കിൽ ഇവരാദ്യം ചെയ്യുക മോദിയുടെ വിജയം ഒന്ന് തിളക്കാക്കാൻ ശ്രമിക്കല്ലേ ചെയ്യുക. മോദി വാരണസിയില് ഒട്ടും തിളക്കമല്ലാത്ത രീതിയിലാണ് അവിടെ വിജയിച്ചത്. അതിന് തിളക്കം കൂട്ടാനായിരിക്കില്ലേ ഇവര് ശ്രമിക്കുക? അതെങ്കിലും ഒന്ന് ആലോചിച്ചൂടെ പൊട്ട. ഇനി വേറൊന്ന്, ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ 2021 അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 11 വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി അധികാരത്തിലേറുന്ന അന്ന് മുതൽക്കല്ലല്ലോ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നത്. ഇലക്ഷൻ കമ്മീഷൻ അതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അന്ന് ഭരിച്ചിരുന്നത്, വർഷങ്ങളോളം ഭരിച്ചിരുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയും രാഹുൽ ഗാന്ധിയുടെ അച്ഛനും മുത്തച്ഛനും തറവാട്ടുകാരല്ലേ ഭരിച്ചിരുന്നത്. തറവാട്ടുകാരല്ലേ ആകെ ഭരിച്ച് കൊളമാക്കിയത്. അന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ മാത്രം തീരുമാനിക്കുന്ന ഇലക്ഷൻ കമ്മീഷണർമാരില്ലേ, ഇലക്ഷൻ കമ്മീഷൻ ഒരാള്, നിങ്ങൾ തീരുമാനിക്കുന്നവര്, നിങ്ങൾക്ക് പാദസേവ ചെയ്തവര്, നിങ്ങൾക്ക് ഒത്താശ ചെയ്തവര്, അന്ന് നിങ്ങൾ ഇതൊക്കെ കളിച്ചിട്ടുണ്ടാവും. മോനെ, ഇപ്പൊ അങ്ങനെ ഒരാൾ തീരുമാനിക്കുന്നതല്ല. ഇന്നൊരു പ്രത്യേക ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ